ഹായ് സർ, ഗുഡ് മോർണിംഗ്. സർ, ഇപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത സാർ പറഞ്ഞ ഓപ്ഷൻ ബി. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കൊട്ടേഷനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ബിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ നമ്മൾ തരാൻ പോകുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ് ആ എമൗണ്ട് വരുന്നത്. 7,92,200 ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഈ എല്ലാ ആക്സറീസും ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ ഇനി നമുക്ക് ഡ്രോയിങ്ങിൽ നോക്കിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കിച്ചൺ, അതായത് പാൻട്രിയിൽ ലോഫ്റ്റ് ഇല്ല. സെക്കൻഡ് കിച്ചണിൽ പ്ലസ് അത് പാൻട്രി ഫസ്റ്റ് കിച്ചൺ ടഫ് ലാക്കർ ഗ്ലാസ്സിലായിരിക്കും വിത്ത് നോ ലോഫ്റ്റ്. സെക്കൻഡ് കിച്ചൺ ലാമിനേറ്റിലും പിന്നെ അതിന്റെ മുകൾ ഭാഗത്തുള്ള ലോഫ്റ്റ് അത് ലാമിനേറ്റിൽ രണ്ട് സൈഡിലും. ഇതാണ് അതിന്റെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് ഇതുണ്ട്, ഫസ്റ്റ് കിച്ചണിൽ മുകളിൽ ലോഫ്റ്റ് ഇല്ല. ഇതാണ് ഫസ്റ്റ് കിച്ചൺ. പിന്നെ അതിന്റെ രണ്ട് സൈഡിലും ലോഫ്റ്റ് ഇല്ല. സെക്കൻഡ് കിച്ചണിൽ കണ്ടോ, സെക്കൻഡ് കിച്ചണിൽ ഇതിന്റെ മുകളിൽ ലോഫ്റ്റ് ഉണ്ടാവും. ആ ലാമിനേറ്റ് ഫിനിഷിലായിരിക്കും സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഫസ്റ്റ് കിച്ചൺ ടഫ് ലാക്കർ ഗ്ലാസ്സിൽ. പിന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വാളിൽ ഇത്രയും ലോഫ്റ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ നമ്മൾ വെക്കേണ്ടി വരും. അപ്പൊ അവിടെ ആ സ്പേസ് നമ്മൾ ഒഴിച്ചിടേണ്ടി വരും. ഇനിയിപ്പോ എക്സോസ്റ്റ് ഫാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഫ്റ്റ് ചെയ്യാം. അപ്പൊ അത് ഇനിയിപ്പോ വേറെ പ്രൈസ് ഹൈക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കേട്ടോ, അത് ചെറിയൊരു പാർട്ടേ വരുന്നുള്ളൂ. അപ്പൊ എക്സോസ്റ്റ് ഫാൻ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. ഇനിയിപ്പോ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിൽ അത് മാറ്റി വെക്കാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് കിച്ചൺ. അപ്പോൾ അതിനകത്ത് കണ്ടു ഇപ്പൊ നമ്പർ 26 എല്ലാം ഓരോ ക്യാബിനറ്റിന്റെയും നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ ഓരോ ക്യാബിനറ്റിന്റെ അകത്തും എന്തൊക്കെയാണുള്ളത് എന്നുള്ളതുണ്ട്. ഇപ്പൊ നമ്പർ 19 ഈ ക്യാബിനറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ നമ്പർ 20 ഇതിനകത്ത് നമ്പർ 21, 22, 19, 36, 20 ഇതാണ് ബേസ് ക്യാബിനറ്റ്സിന്റെ ഈ ഒരു വാളിലുള്ള നമ്പേഴ്സ്. നമ്പർ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് റിമൂവബിൾ ഷെൽഫ് ആണ്. റിമൂവബിൾ ഷെൽഫ് എന്താണെന്ന് നോക്കാം. ഇപ്പോ ഇതാണ് റിമൂവബിൾ ഷെൽഫ്. ഇതാണ് തട്ട്. കണ്ടോ, ഈ തട്ട് നമുക്ക് ഇത് ഫിക്സ്ഡ് ആയിരിക്കില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ വലിയൊരു പാത്രം വരുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ വലിയ പാത്രം വെക്കാം. ഇനി അതല്ല നമുക്ക് രണ്ട് തട്ടായിട്ട് വേണമെങ്കിൽ അതായിട്ടും വെക്കാം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഷെൽഫ് ആയിരിക്കും അത്. അതാണ് നമ്പർ 21 വരുന്നത്. നമ്പർ 22 വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് സ്പൈസ് പുൾ ഔട്ട് ആണ്. സ്പൈസ് പുൾ ഔട്ട് നമ്മുടെ കൊട്ടേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാൻട്രിയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്പർ 19 3 ഡ്രോവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതുണ്ടോ, ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആ 19 എന്ന് പറഞ്ഞാൽ ഹോബിന്റെ തൊട്ട് താഴെ. അതിപ്പോ ഇതിനകത്ത് കാണിക്കുന്നത് ഈ 3 ഡ്രോവേഴ്സ്, ഇത് രണ്ടും ചെറിയ ഡ്രോവർ ആയിരിക്കും. അതിനകത്ത് ഫസ്റ്റ് നോർമലി ഈ ഫസ്റ്റ് ഡ്രോയിൽ നമ്മൾ ഈ ചെറിയ പാൻസ് ഒക്കെ ആയിരിക്കും വെക്കുന്നത്. സെക്കൻഡ് ഡ്രോയിൽ കട്ട്ലറി, അല്ലെങ്കിൽ തിരിച്ച് ഫസ്റ്റ് ഡ്രോയിൽ കട്ട്ലറി ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡ്രോയിൽ കട്ട്ലറി ആണ്. കട്ട്ലറി ഓർഗനൈസർ ഉണ്ടാവും. കട്ട്ലറി ഓർഗനൈസറിന്റെ പിക്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി ഓർഗനൈസർ ഉണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഈ ഡ്രോവറിൽ വരും. രണ്ടാമത്തത് എം ടി ഡ്രോവർ ആയിരിക്കും, പുറത്തോട്ട് വലിക്കാവുന്ന. മൂന്നാമത്തത് വലിയ ഒരു ഡ്രോവർ ഉണ്ടാവും. ഈ മൂന്നാമത്തതിനകത്തോട്ട് നമുക്ക് ഇൻസേർട്സ് ആയിട്ട് ഇതിൽ വരുന്ന കുറച്ച് കോംപ്ലിമെന്ററി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് വെക്കാവുന്നതാണ്. ഇപ്പോ ഒന്നെന്ന് വെച്ചാൽ ഈ ഒരു സാധനം, ഇതിങ്ങനെ ലിഡ്സ് ഒക്കെ വെക്കാനുള്ള ഒരു സാധനമാണ്. ഇത് വെക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു സാധനമുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ പ്ലേറ്റുകളൊക്കെ നമുക്ക് ഇത് വെച്ച് തന്നെ സ്റ്റിക്ക് വെച്ച് ചെയ്ത് ഫൈബർ മെറ്റീരിയൽ ആണ്. ഇതിനകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി ഇതിനകത്ത് വരും. ഈ നമ്പർ 19 വരും. അപ്പൊ അതൊന്ന് എഴുതിയേക്കാം. പ്ലം ഡ്രോവർ വിത്ത് ലിഡ് ഓർഗനൈസർ ആൻഡ് പ്ലേറ്റ് ഓർഗനൈസർ. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നുണ്ട്. പിന്നെ നമ്പർ 36 അഗൈൻ റിമൂവബിൾ ഷെൽഫ് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്പർ 20 താഴെ നമ്മൾ അണ്ടർസിങ് വാട്ടർ ഫിൽറ്റർ ആണ് വരുന്നത്. അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ അണ്ടർസിങ് വാട്ടർ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പേസ് ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അങ്ങനെ തന്നെയാണ് അവിടെ, അത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ സിങ്കും ടാപ്പും ഒക്കെ നമുക്കിനി ഫിക്സ് ചെയ്യാനുണ്ട്. പിന്നെ മുകൾ ഭാഗം നമ്പർ 39, നമ്പർ 23 ഇത് ബൈഫോൾഡ് GTPT ആണ്. അപ്പൊ അതിന്റെ പിക്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. GTPT എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇതിന്റെ സമയത്ത്. ഇതിന്റെ കണ്ടോ, ഇത് GTPT എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ അത് താഴത്തെ ട്രെയിൽ വന്ന് വീഴും. അതെടുത്ത് പുറത്തോട്ട് എടുക്കാം. അപ്പൊ അതിന്റെ ഡോറുകൾ എന്ന് പറഞ്ഞാൽ ബൈഫോൾഡ് ആണ്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മടങ്ങിയായിരിക്കും മുകളിലോട്ട് പോകുന്നത്. ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ്. നമ്മുടെ ഇപ്പൊ ടഫ് ലാക്കർ ഗ്ലാസ് മറ്റേ കളേർഡ് ആയതുകൊണ്ട് ആ കളർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് വർക്ക് ഏരിയയിലും ഒരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് കിച്ചണിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്പർ 24, നമ്പർ 26 എല്ലാം റിമൂവബിൾ ഷെൽഫ് ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞിട്ട് കവർ ആയിരിക്കും വരുന്നത്. ചിമ്മിനി വെച്ചതിന്റെ മുകളിൽ ഒരു ഡോർ കവർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഇതെന്ന് പറയുന്നത് ഒരു ഹിഞ്ചിലായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം എപ്പോഴും തുറക്കണ്ട. ഇത് വൺസിന്റെ ബ്ലൂ മൂണിന്
ഒരു സർവീസിനൊക്കെ കൊല്ലത്തിലൊരിക്കലൊക്കെ തുറക്കേണ്ടി വന്നാൽ അതിനൊരു എന്തെങ്കിലും ഒരു സപ്പോർട്ട് പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് പൊക്കിയിട്ട് തുറന്നിട്ട് സർവീസ് ചെയ്യാൻ ചിമ്മിനി. ഇനി നമുക്ക് തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒന്ന് പോവാം. ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു ക്യാബിനറ്റ്. അപ്പൊ അത് ഈ ടോൾ യൂണിറ്റ് നമ്പർ 29ന്റെയും ഇതിന്റെ രണ്ടിന്റെയും ഡെപ്ത് സെയിം ആയിരിക്കും. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, മുകൾ ഭാഗത്ത് നിന്ന് ഇതുണ്ടോ ഈ ഒരു ഡെപ്തും ഈ ഫ്രിഡ്ജിന്റെ മുകളിലത്തെ ക്യാബിനറ്റ് ഡെപ്തും സെയിം ഡെപ്ത് ആയിരിക്കും. അതേസമയം ഈ അല്ലാത്ത ക്യാബിനറ്റ്സിന്റെ ഒക്കെ 330 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നിന്ന് എടുക്കാൻ പറ്റില്ല ഒരു സാധനം. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കണ്ടോ, 330 ആയിരിക്കും അല്ലാത്തതിന്റെ ഡെപ്ത്. ഇതിന്റെ മാത്രം കുറച്ച് ചാടി കയറി നിൽക്കുന്നുണ്ടാവും. ഇതിപ്പോ 750 നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ ടോൾ യൂണിറ്റിന്റെയും ഡെപ്ത് നമ്മൾ 750 ആക്കി കൂട്ടി വെച്ചിരിക്കുകയാണ്. സെയിം 750 ഡെപ്തിന് ഇതും വരുന്നത്. അതേസമയം ഇതെല്ലാം ഈ ഒരു നമ്പർ 33, 34 എല്ലാം 330 ആയിരിക്കും ഡെപ്ത് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാ ഇതിനകത്ത് നമ്മൾ റിമൂവബിൾ ഷെൽഫ് ആയിട്ടിരിക്കുന്നത് 31, 32, 34, 33. ഇതിന്റെ നമ്പർ 29ലും മൈക്രോവേവ് ആണ് ഇവിടെ വരുന്നത്. അതിന്റെ മുകളിലെല്ലാം 3 റിമൂവബിൾ ഷെൽഫ് നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ നമ്പർ 30യുടെ ഇതിനകത്തും ഒരു റിമൂവബിൾ ഷെൽഫ് ഉണ്ട്. ഇത് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഡോറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തുറന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. ഇപ്പൊ ഈ ബേസിക്കലി ഇതൊക്കെയാണല്ലോ നമ്മുടെ ക്യാമറ, നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മെഡിസിൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലോട്ട് പോവാം. സെക്കൻഡ് കിച്ചൺ ലാമിനേറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത് ഈ നമ്പർ 5 എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊരു 2 ഡോറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്കൊരു ബ്രൂമൊക്കെ തൂക്കിയിടാനുള്ള കുറച്ച് ഹുക്കുകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ മൊത്തം ക്ലീനിങ് ഉണ്ടല്ലോ, ഇപ്പൊ വീട് മുഴുവൻ ക്ലീനിങ് മെറ്റീരിയൽസ് അതുപോലത്തെ സാധനങ്ങളെല്ലാം ഇതിനകത്തായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്പർ 9 ആണ് നമ്മുടെ ഒരു സിങ്കിന്റെ ഒരു ബ്ലൈൻഡ് കോർണർ കൂടിയുള്ള ഒരു സാധനമാണ്. ഇവിടെ സ്പേസ് കൺസ്ട്രെയിൻസ് വന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ബ്ലൈൻഡ് കോർണർ ഇട്ടതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിങ്കിന്റെ റൈറ്റ് ഈ ഒരു ഭാഗത്ത് 2 ഡോർ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് ഒരു വേസ്റ്റ് ബിൻ നമ്മൾ വെക്കുന്നുണ്ട്. ഇതാണ് ആ വേസ്റ്റ് ബിൻ, വർക്ക് ഏരിയ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡോറിൽ ആയിരിക്കും വേസ്റ്റ് ബിൻ നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ കോർണറിലോട്ട് ഇവിടെ ആക്സസ് വേണം. അപ്പോ അതിനുവേണ്ടിയാണ് ഈ ഡോറിൽ. അപ്പൊ നമുക്ക് ഇവിടെയും എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ബിന്ന് റൈറ്റ് ഈ ഒരു ഇതിൽ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമ്പർ 11, 25 അഗെയിൻ അത് ബൈഫോൾ GTPT. ഈ ഒരു മെക്കാനിസത്തിലുള്ള മുകളിലോട്ട് തുറക്കുന്ന ബൈഫോൾ പ്ലസ് GTPT കണ്ടോ, പാൻട്രി പ്ലസ് വർക്കിലൻ. ഇതാണ് അകത്ത് വരുന്ന GTPT വരുന്നത് അതിന്റെ. പിന്നെ മുകൾ ഭാഗം എല്ലാം ലോഫ്റ്റ് ആണ് ഇതെല്ലാം വരുന്നത്. ഇത് എംപ്റ്റി ലോഫ്റ്റുകളായിരിക്കും വരുന്നത്. 47, 46, 45 എല്ലാം ലോഫ്റ്റുകളാണ്. പിന്നെ ഇതിന്റെ ഈ ലോഫ്റ്റിന്റെ ഡെപ്ത് ഇതിന്റെ സെയിം ഈ ഒരു ഡെപ്ത് ആയിരിക്കും. ടോൾ യൂണിറ്റിന്റെ മുകളിലത്തെ ലോഫ്റ്റ് മാത്രം ഇതിന്റെ സെയിം ഡെപ്ത് ആയിരിക്കും വരുന്നത്. 580 ആയിരിക്കും. ബാക്കി 46ഉം 45ഉം 330 ആയിരിക്കും. എന്താ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെയിം ഇതിലോട്ട് ഇത് കൊണ്ടുവന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനലുണ്ട്. ജനല് നമുക്ക് കണ്ടോ 330 ആണ്. ഒരുപാട് ചാടിച്ചു കഴിഞ്ഞാൽ ഈ ജനലിനെ കവർ ചെയ്ത് പോരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 330 വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിത് ഇപ്പുറത്തോട്ട് വളച്ചു. ഇത് വളച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഡിഷ് വാഷ് ഉണ്ട്. അപ്പൊ ഈ ഡിഷ് വാഷിന്റെ സോക്കറ്റുകളും പോയിന്റുകളൊക്കെ നമ്മൾ ആ കോർണർ യൂണിറ്റിന്റെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഡിഷ് വാഷ് കഴിഞ്ഞ് പിന്നെ ഇവിടെ അതിനകത്ത് റിമൂവബിൾ ഷെൽഫ് ആണ്, ബ്ലൈൻഡ് കോർണർ ആണ്. അതിനകത്ത് നമ്പർ 13 റിമൂവബിൾ ഷെൽഫ് ഉണ്ട്. പിന്നെ ഇത് ഇപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ സ്റ്റാൻഡ് അലോൺ വേണോ ഇൻബിൽഡ് ആണോ എന്ന് പറഞ്ഞിട്ട് അതിന് രണ്ടിനും ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്ലംബിങ്ങും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് തീരുമാനിക്കണം. പിന്നെ അടുത്ത സൈഡാണ് വരുന്നത്. അടുത്ത സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒരു നമ്പർ 15 ഒരു റിമൂവബിൾ ഷെൽഫ് വരും ഇതിനകത്ത്. പിന്നെ ഇവിടെ എല്ലാം എക്സോസ്റ്റ് ഫാൻ നമ്മൾ തീരുമാനിക്കണം. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അത് ഇവിടെയാണോ അല്ലെങ്കിൽ ഈ വാതിലിന് മുകളിൽ, അതിനനുസരിച്ച് എക്സോസ്റ്റ് ഫാൻ ഇല്ലാത്ത സ്ഥലത്തോടെ നമുക്ക് ഈ ക്യാബിനറ്റ് അടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് സർ പറയാം കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാനിപ്പോ യൂട്യൂബ് ലിങ്ക് ഇട്ട് തരാം കേട്ടോ. താങ്ക് യു.